നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം ഫസ്റ്റ് സെമസ്റ്ററിലെ മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ എന്ന സബ്ജക്റ്റാണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് മൊഡ്യൂളായ ബിസിനസ് ഇൻഫർമേഷൻ ആൻഡ് എക്കണോമിക് സിസ്റ്റമാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നമ്മൾ എങ്ങനെയാണ് ഡേറ്റാസ് കളക്ട് ചെയ്യുന്ന മെത്തേഡ്സ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബിസിനസ് ഇൻഫർമേഷൻ ലേൺ ചെയ്യുന്ന മെത്തേഡ്സ്, എങ്ങനെയൊക്കെ നമുക്ക് ബിസിനസ് ഇൻഫർമേഷൻ ലേൺ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി ഇവിടെ 10 മെത്തേഡ്സ് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു ടോപ്പിക്ക് ജസ്റ്റ് എന്താണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, കാരണം ഇത് വിശദമായിട്ട് നമുക്ക് 5ാമത്തെ മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. അതായത് ബിസിനസ് ഇൻഫർമേഷൻ ലേൺ ചെയ്യേണ്ട മെത്തേഡ്സ് ഓരോന്നും എന്താണെന്നും അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് 5ാമത്തെ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഓരോന്നും എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്ന മാത്രമേ ഉള്ളൂ. അപ്പം നോക്കിയേ, അപ്പം ഇവിടെ പറയുന്നത് ഏകദേശം 10 മെത്തേഡ്സിലൂടെ നമുക്ക് ബിസിനസ് ഇൻഫർമേഷൻ ലേൺ ചെയ്യാനായിട്ട് സാധിക്കും. അതിലെ ഫസ്റ്റാണ് റീഡിംഗ് ടെക്നോളജി. അപ്പോൾ ബിസിനസ് ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ് റീഡിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. റീഡിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഏതൊരു കാര്യവും ലേൺ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നൊരു മെത്തേഡ് തന്നെയാണ് റീഡിംഗ്, അല്ലേ, വായന എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ ബിസിനസ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റീഡിംഗ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊഗ്നിറ്റീവ് പ്രോസസ് വിച്ച് റിക്വയർ ദി മെൻ്റൽ എബിലിറ്റി ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ദ റീഡർ. നമുക്കറിയാം, റീഡിംഗ് എന്ന് പറയുമ്പം ഒരു റീഡറിനെ സംബന്ധിച്ച് കോൺസെൻട്രേഷൻ വേണം, അതുപോലെ തന്നെ ഒരു മെൻ്റൽ എബിലിറ്റിയാണ്, അല്ലേ. ഇപ്പോൾ നമ്മളുടെ മാനസികമായിട്ടുള്ള പൂർണ്ണ ഒരു കോൺസെൻട്രേഷൻ വേണം, അല്ലെ, എന്നാൽ മാത്രമേ വായിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. റീഡിംഗ് ഈസ് ആൻ എഫേർട്ട് ടേക്കൺ ബൈ എ പേഴ്സൺ ടു ഗ്യാദർ ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ എ ടെക്സ്റ്റ് ബുക്ക് ഓർ എ ഡോക്യുമെന്റ്. മോസ്റ്റ്ലി റീഡിംഗ് ഈസ് പെർഫോംഡ് ഫ്രം പ്രിന്റഡ് ഓർ ഹാൻഡ് റിട്ടൺ ഡോക്യുമെന്റ്സ് സച്ച് എസ് ടെക്സ്റ്റ് ബുക്ക്, ന്യൂസ് പേപ്പർ, മാഗസിൻ, നോട്ട്ബുക്ക് എക്സെട്ര. ഇപ്പോൾ നമുക്ക് റീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുമായി ഇപ്പോൾ ബിസിനസ് ഇൻഫർമേഷനാണ് വേണ്ടുന്നതെങ്കിൽ ബിസിനസ് ഇൻഫർമേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറേ ടെക്സ്റ്റ് ബുക്ക്, മാഗസിൻ, ജേണൽസ്, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? കോൺസെൻട്രേഷനോടുകൂടി വായിക്കുന്നു. അങ്ങനെ വായിക്കുന്നതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ബിസിനസ് ഇൻഫർമേഷൻ ലഭിക്കും. Annual report and other publication of business houses also facilitate the reading of learners in business information. But in recent times, reading can be performed by means of internet, television, display, mobile phone, etc. അപ്പോൾ നോക്കിയാൽ ഇവിടെ ആനുവൽ റിപ്പോർട്ടും മറ്റ് പബ്ലിക്കേഷൻസ്, ബിസിനസ്സിൻ്റെ മറ്റ് പബ്ലിക്കേഷൻസും എല്ലാം നമുക്ക് റീഡിങ്ങിലൂടെ നമുക്ക് അതിൽ നിന്നും എല്ലാം എന്ത് കിട്ടും? ബിസിനസ് ഇൻഫർമേഷൻ ലഭിക്കും. എന്നാൽ ഇപ്പോൾ നമ്മൾ ബുക്സിന് പകരമൊക്കെ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ മൊബൈൽ ഫോണ്, ടെലിവിഷൻ, അതൊക്കെയാണ് ഇൻ്റർനെറ്റാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ബിസിനസ് ഇൻഫർമേഷൻ ലേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിസിനസ് ഇൻഫർമേഷൻ നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഏറ്റവും വലിയൊരു ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ്? റീഡിംഗ് ടെക്നിക്കാണ്. വായനയിലൂടെ നമുക്ക് ബിസിനസ് ഇൻഫർമേഷൻ എന്താണെന്ന് പഠിക്കാനായിട്ട് സാധിക്കും. ദെൻ രണ്ടാമത്തത് പറയുന്നത് ലിസണിങ് ടു ലെക്ചറേഴ്സ്. ബിസിനസ് ഇൻഫർമേഷൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു മെത്തേഡാണ് ലിസണിങ് ടു ലെക്ചറേഴ്സ് എന്ന് പറയുന്നത്. Listening to lecturers of expert is one of the method of learning business information. The lecture method is a teaching method. നമുക്കറിയാം, lecture method എന്ന് പറഞ്ഞാൽ എന്താണ്? ടീച്ചിങ് ആണ്, അല്ലെ, പഠിപ്പിക്കുകയാണ്. അപ്പം whether the instructor give oral presentation of the subject to teach the people about a particular subject. അതായത് നമുക്കറിയാം, ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ പറ്റിയിട്ട് എക്സ്പേർട്ടുകൾ മറ്റുള്ളവരെ എന്ത് ചെയ്യാണ്? പഠിപ്പിക്കുകയാണ്, ടീച്ച് നടത്തുകയാണ്. The instructor typically stands in front of the audience and may use visual aids such as PowerPoint presentation, chalkboard or handout. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കൂട്ടം ആൾക്കാരുടെ മുന്നിലായിട്ട് നമ്മൾ നിൽക്കുന്നു, അല്ലേ. ആരെയാണ് നമ്മൾ ഇത് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? അവരുടെ മുന്നിൽ നമ്മൾ നിന്നിട്ട് അവരെ നമ്മൾ ഈ പറഞ്ഞ പവർ പോയിന്റ് പ്രസൻറ്റേഷനിലൂടെ അല്ലെങ്കിൽ ബോർഡും ചോക്ക് ഉപയോഗിച്ചിട്ടോ ഒക്കെ നമ്മൾ ഈ പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ലിസണിങ് ടു ലെക്ചേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഒരാളെ പഠിപ്പിക്കുകയാണ്, അത് കേട്ട് അതിൽ നമുക്ക് എന്താണ് ബിസിനസ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ബിസിനസ് ഇൻഫർമേഷൻ പഠിക്കാനുള്ള മറ്റൊരു മെത്തേഡാണ് ലിസണിങ് ടു ലെക്ചേഴ്സ്. ഒരാൾ നമ്മുടെ മുന്നിൽ നിന്ന് നമ്മളെ ഇങ്ങനെ ബിസിനസ് ഇൻഫർമേഷനെ പറ്റി എന്ത് ചെയ്യാണ്? പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത് പറയുന്നത് നോട്ട് ടേക്കിംഗ്. Note taking is the practice of recording information captured from another source, usually in written form. അതായത് നമ്മൾ മറ്റ് സോഴ്സസിൽ നിന്നൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നോട്ടാക്കി വെക്കുന്നു. അതാണ് മറ്റൊരു മെത്തേഡ്. ബിസിനസ് ഇൻഫർമേഷനെ പറ്റി പഠിക്കാനുള്ള മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് ടേക്കിംഗ് ആണ്. ബൈ ടേക്കിംഗ് നോട്ട്സ്, ദ റൈറ്റർ റെക്കോർഡ്സ് ദി എസൻസ് ഓഫ് ദി ഇൻഫർമേഷൻ, ഫ്രീയിങ് ഹിസ് മൈൻഡ് ഫ്രം ഹാവിംഗ് ടു റീകോൾ എവറിത്തിങ്. നോട്ട്സ് ആർ കോമൺലി ഡ്രോൺ ഫ്രം എ ട്രാൻസിയന്റ് സോഴ്സ് സച്ച് as an oral discussion at a meeting,
ടേക്കിംഗ് ഓർ എ ലെക്ചർ. ഇപ്പം നമ്മൾ എന്താണ് നോട്ട് ടേക്കിംഗ് സമയത്ത് പ്രധാനമായിട്ടും നമ്മളുടെ മൈൻഡ് ഫ്രീ ആയിരിക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ കേട്ട് നമ്മളത് എഴുതി വെക്കണം. അപ്പം നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത് ആ പറയുന്ന കാര്യം എന്താണ് എന്നുള്ളത് ശ്രദ്ധിക്കുന്ന രീതിയിൽ ഒരു കോൺസെൻട്രേഷനായിട്ട് ഇരിക്കണം. അപ്പം നോട്ട് ടേക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് ബിസിനസ് ഇൻഫർമേഷൻ എന്താണെന്ന് പഠിക്കുന്നതിനുള്ള മറ്റൊരു മെത്തേഡാണ്. അപ്പോൾ ഒരാൾ അല്ലെ ഏത് സോഴ്സിൽ നിന്നായാലും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക, അതാണ് നോട്ട് ടേക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്തത് സെമിനാർ. സെമിനാറിലൂടെ നമുക്ക് ബിസിനസ് ഇൻഫർമേഷൻ എന്താണെന്ന് പഠിക്കാൻ സാധിക്കും. സെമിനാർ എന്ന് പറഞ്ഞാൽ ലെക്ചർ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ ഡെലിവേർഡ് ടു ആൻ ഓഡിയൻസ് ഓൺ എ പർട്ടിക്കുലർ ടോപ്പിക് ഓർ സെറ്റ് ഓഫ് ടോപ്പിക്സ് ദാറ്റ് ആർ എഡ്യൂക്കേഷണൽ ഇൻ നേച്ചർ. അപ്പോൾ നമുക്ക് സെമിനാർ അവതരിപ്പിക്കുന്നവർ അത് ഈ പറഞ്ഞതുപോലെ എന്താണ്, നമ്മൾ ഒരു വിഷയത്തെ പറ്റി ലെക്ചർ നടത്തുകയാണ് അല്ലേ. It may be through discussion in a small group in which the result of the original research or advanced study is presented through oral or written reports. നമ്മൾ ഓറലിലൂടെ അല്ലെങ്കിൽ റിട്ടേൺ റിപ്പോർട്ട്സ് എഴുതി തയ്യാറാക്കിയ റിപ്പോർട്ട്സിലൂടെയൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ മുന്നേ നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ നമ്മൾ എന്താണ് അവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. ഇറ്റ് ഈസ് യൂഷ്വലി ഹെൽഡ് ഫോർ ഗ്രൂപ്പ് ഓഫ് 10 to 15 ഇൻഡിവിജ്വൽസ്. ഈ സെമിനാറൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ 10 മുതൽ 50 ഇൻഡിവിജ്വൽസ് വരെ ആ ഗ്രൂപ്പിൽ ഉൾപ്പെടാം. എ സെമിനാർ ഈസ് ഫ്രീക്വൻലി ഹെൽഡ് അറ്റ് എ ഹോട്ടൽ മീറ്റിംഗ് സ്പേസസ് ഓർ വിത്ത് എ ഓഫീസ് കോൺഫറൻസ്. അപ്പോൾ സെമിനാർ എന്നൊക്കെ പറയുമ്പോൾ ഹോട്ടൽ പിന്നെ എന്താണ് മീറ്റിംഗ് സ്പേസസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസ് കോൺഫറൻസ് ഹാളിലൊക്കെയാണ് സാധാരണ സെമിനാർ നടക്കാറുള്ളത്. അപ്പോൾ സെമിനാർ എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രസൻറ്റേഷനാണ്. നമ്മൾ ഒരു ടോപ്പിക്കിനെ പറ്റി അവതരണം നടത്തുകയാണ്, അതൊരു ലെക്ചർ പോലെ തന്നെയാണ്. അപ്പോൾ ഈ സെമിനാർ തന്നെ സ്റ്റുഡൻസ് സെമിനാറിനകത്ത് വരുന്ന ഒന്നാണ് സ്റ്റുഡൻറ്റ് സെമിനാർ. സ്റ്റുഡൻറ്റ് സെമിനാർ എന്ന് പറയുമ്പോൾ മീറ്റിംഗ് ഓഫ് സ്റ്റുഡൻസ് ടു സ്റ്റഡി ഓർ ഡിസ്കസ് എ പർട്ടിക്കുലർ ടോപ്പിക്. സ്റ്റുഡൻസിൻ്റെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാണ്, കുട്ടികളെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് അവിടെ നമ്മൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കഷൻ നടത്തണം അല്ലെങ്കിൽ സ്റ്റഡി നടത്തുകയാണ്. ഇറ്റ് ഈസ് ആൾസോ കൺസിഡേർഡ് ആസ് എ മീറ്റിംഗ് ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്. സെമിനാർ എന്ന് പറയുമ്പോൾ പലരുടെയും ഐഡിയാസുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. The major objective behind seminar system is to enrich the knowledge of the students on a particular subject through their active participation. അപ്പോൾ സെമിനാറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരാൾ ഇത് അവതരിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അവർക്ക് എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അവർക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കൂടുതൽ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ്റ് സെമിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, കുട്ടികൾക്ക് ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനകത്ത് കൂടുതൽ നോളജ് എത്തിച്ചു കൊടുക്കുക എന്നത് ആണ്. അപ്പോൾ അടുത്ത മെത്തേഡാണ് വർക്ക്ഷോപ്പ്. അപ്പോൾ സെമിനാർ നമ്മൾ നേരത്തെ പറഞ്ഞു, സെമിനാർ എന്ന് പറയുന്നത് ബിസിനസ് ഇൻഫർമേഷൻ ലേൺ ചെയ്യാനുള്ള നല്ലൊരു മെത്തേഡാണ്. അതായത് ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലൊക്കെ ഒരാൾ എന്താണ് അവളെ ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഒരു ഡിസ്കഷൻ പോലെയാണ്, സെമിനാർ ഡിസ്കഷനാണ് നടക്കുന്നത്. ദെൻ വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ ഈസ് എ സീരീസ് ഓഫ് എഡ്യൂക്കേഷണൽ ആൻഡ് വർക്ക് സെഷൻ ഇൻവോൾവിംഗ് സ്മാൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മീറ്റിംഗ് ടുഗദർ ഓവർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ചെറിയൊരു കാലയളവിൽ ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ത് ചെയ്യുന്നു, ഒന്നിച്ച് കൂടുന്നു. They usually concentrate on a defined area of concern. The main purpose of workshop may be for informing, problem solving, training, etc. ഇപ്പോൾ ട്രെയിനിങ് പോലെയൊക്കെ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ എന്താണ് ഒരു എന്തെങ്കിലും കാര്യം ഇൻഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. കുറച്ച് നാളത്തേക്ക് ഒരു കൂട്ടം ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഒന്നിച്ച് കൂടുന്നു. In education, a workshop is a brief intensive course, a seminar or a series of meetings emphasizing interaction and exchange of information among a usually small number of participants. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളൊരു യോഗം കൂടുക എന്ന് പറയും. അതിപ്പോൾ 2-3 ദിവസം അല്ലെങ്കിൽ ഒരു 4 ദിവസത്തേക്ക് അങ്ങനെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലോട്ട് കുറച്ച് പേര് ചേർന്നിട്ട് ഒരു ഡിസ്കഷൻ നടത്തുന്നു. അതാണ് വർക്ക്ഷോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then individual and team presentation. Presentation are part of educational curriculum. നമുക്ക് presentation അവതരണം എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷണൽ കരിക്കുലത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. It is also part of the employment for presenting new ideas, new project, progress of the work, etc. They may be both individual presentation and team presentation. ഇപ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ പറ്റിയിട്ട് അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അവരത് പ്രസൻറ്റ് ചെയ്യുന്നു. അത് ഇൻഡിവിജ്വലായിട്ട് പ്രസൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ടീം ഗ്രൂപ്പായിട്ട് വേണമെങ്കിലും പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഇൻഡിവിജ്വൽ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ടീം പ്രസൻറ്റേഷനിലൊക്കെ കേൾക്കുമ്പോഴും നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും, ബിസിനസ് ഇൻഫർമേഷൻ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ലേൺ ചെയ്യാൻ സാധിക്കും. പിന്നെ പറയുന്ന കോൺഫറൻസസ് ആൻഡ് സിമ്പോസിയം. ഇപ്പോൾ ഇതെല്ലാം ബിസിനസ് ഇൻഫർമേഷൻ പഠിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് പറയുന്നത്. ദെൻ കോൺഫറൻസസ് ആൻഡ് സിമ്പോസിയം ആണ്. കോൺഫറൻസ് എന്ന് പറയുമ്പോൾ ഫോർമൽ മീറ്റിംഗ് ആണ്, ഒഫീഷ്യൽ മീറ്റിംഗ് ആണ്. ഷെയർ ഇൻട്രസ്റ്റ് ടു ഡിസ്കസ് സം ഇഷ്യൂസ് വിച്ച് ആർ ജനറൽ നേച്ചർ. പൊതുവായിട്ടുള്ളൊരു പ്രശ്നത്തെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ നടത്തുന്നതാണ് എന്തെന്ന് പറയുന്നത്, കോൺഫറൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രീ അറേഞ്ച്ഡ് മീറ്റിംഗ് ഫോർ കൺസൾട്ടേഷൻ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ഓർ ഡിസ്കഷൻ. ദി പർപ്പസ് ഓഫ് എ കോൺഫറൻസ് ഈസ് ടു
confer with the persons having similar interest and also to pool their experience and opinion. The discussion usually results in a set of suggestion or recommendation as the central theme of the conference. അപ്പോൾ ഇതെന്ന് വെച്ചാൽ പ്രീ അറേഞ്ച്ഡ് മീറ്റിംഗ്, നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ഡേറ്റിൽ എല്ലാവരുടെ ഒന്നിച്ചു കൂടാം എന്നുള്ള ഒരു പ്രീ അറേഞ്ച്ഡ് മീറ്റിംഗ് ആണ്. അപ്പോൾ ഒരേ നേച്ചറിൽ സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള, ഒരേ താല്പര്യമുള്ള അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഒരേ ഒപ്പീനിയൻ ഉള്ള ആൾക്കാരായിരിക്കും വരുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, പരസ്പരം ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അതാണ് കോൺഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിംപോസിയം എന്ന് പറഞ്ഞാൽ ഇതും ഫോർമൽ മീറ്റിംഗ് ആണ്, പക്ഷേ അക്കാദമിക് സെറ്റിംഗ് ആണ്. അതായത് വേർ ദി പാർട്ടിസിപ്പൻസ് ആർ എക്സ്പേർട്ട് ഹു പ്രസന്റ് എ പർട്ടിക്കുലർ ടോപ്പിക് ഇൻ ദെയർ ഫീൽഡ്. ഇൻ എ സിംപോസിയം എ സ്മാൾ ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്ട് ഹു ആർ വെൽ ഇൻഫോംഡ് പേഴ്സൺ ഡിസ്കസ് ഡിഫറെൻറ്റ് ആസ്പെക്ട് ഓഫ് എ പ്രോബ്ലം ഫോർ എ ബെനിഫിറ്റ് ഓഫ് ദി ഓഡിയൻസ്. അതായത് ഇവിടെ സിംപോസിയം എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു കൂട്ടം എക്സ്പേർട്ടുകൾ ചേർന്ന് അവരുടെ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഓഡിയൻസിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അതാണ് സിംപോസിയം. സിംപോസിയം എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്ട് എന്ത് ചെയ്യുന്നു, പ്രസൻറ്റ് ചെയ്യുന്നതാണ്. ഇൻ സിംപോസിയം യൂഷ്വലി പേപ്പേഴ്സ് ആർ പ്രസൻറ്റഡ് ബൈ സ്പെഷ്യലിസ്റ്റ് ഓൺ ദി പർട്ടിക്കുലർ സബ്ജക്ട്സ്. പാർട്ടിസിപ്പൻസ് ഡിസ്കസ് ദി മാറ്റർ വിത്ത് എ വ്യൂ ടു മേക്കിംഗ് റെക്കമെൻഡേഷൻ കൺസേണിംഗ് ദ പ്രോബ്ലം അണ്ടർ ഡിസ്കഷൻ. ദി മെയിൻ ഫീച്ചർ ഓഫ് എ സിംപോസിയം ഇസ് ദാറ്റ് ഇറ്റ് കവർ എ സിംഗിൾ ടോപ്പിക് ഓർ സബ്ജക്ട് ആൻഡ് ഓൾ ദി ലെക്ചേഴ്സ് ഗീവ് ബൈ എക്സ്പേർട്സ് ആർ കംപ്ലീറ്റഡ് ഇൻ എ സിംഗിൾ ഡേ. ഒറ്റ ദിവസം കൊണ്ട് ആ ഒരു ഒറ്റ ടോപ്പിക്കിനെ പറ്റി അവരെന്ത് ചെയ്യുന്നു, പൂർണ്ണമായിട്ടും ഒരു ഡിസ്കഷൻ നടത്തും. അതാണ് സിംപോസിയം. അപ്പോൾ കോൺഫറൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരേ ഇൻട്രസ്റ്റഡുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, അവരുടെ എക്സ്പീരിയൻസും ഒപ്പീനിയൻസും എല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുവരുന്നു. മറ്റേന്ന് പറയുമ്പോൾ സിംപോസിയം എന്ന് പറയുമ്പോൾ എക്സ്പേർട്ടുകൾ ഓഡിയൻസിന് മുന്നിൽ അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നു. ദെൻ ഫീൽഡ് സ്റ്റഡിയാണ് മറ്റൊരു മെത്തേഡ്. ഫീൽഡ് സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഡേറ്റ കളക്ട് ചെയ്യുന്നു. അതായത് നമ്മളൊരു നേരിട്ട് ചെന്ന് നമ്മൾ നാച്ചുറൽ സെറ്റിങ്സിലൂടെ അല്ലെ എൻവയോൺമെൻറ്റിൽ നമ്മൾ നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ്. ഓക്കെ, ഫീൽഡ് സ്റ്റഡി ഈസ് എ മെത്തേഡ് ഓഫ് ലേണിംഗ് ബിസിനസ് ഇൻഫർമേഷൻ ഇൻ വിച്ച് ഡേറ്റ ഈസ് കളക്റ്റഡ് ഇൻ എ വെറൈറ്റി ഓഫ് വേ ഫോർ വേരിയസ് ഡിസിപ്ലിൻസ് ത്രൂ നാച്ചുറൽ സെറ്റിങ്സ് ഓർ എൻവയോൺമെൻറ്റ്. അണ്ടർ ഇറ്റ് ദ റിസർച്ചർ പേഴ്സണലി വിസിറ്റ് ദ ഫീൽഡ് ടു കളക്ട് ആഡിക്വേറ്റ് ഇൻഫർമേഷൻ. ഫീൽഡ് സ്റ്റഡീസ് കളക്ട് ഒറിജിനൽ ഓർ unconventional data through face-to-face interview, survey, direct observation. This research technique is usually treated as the initial form of research because the data collected is specific only to the purpose for which it is gathered. അപ്പം ഫീൽഡ് സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് ചെന്ന് ആ ഫീൽഡിൽ ചെന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ പഠിക്കുന്നു. ഇപ്പോൾ ബിസിനസ് ഇൻഫർമേഷൻ ആണെങ്കിൽ നമ്മളൊരു ബിസിനസ് കൺസേൺ നേരിട്ട് ചെന്ന് സന്ദർശിക്കുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പോൾ തന്നെ കണ്ട് മനസ്സിലാക്കി പഠിക്കുന്നതാണ് ഫീൽഡ് സ്റ്റഡി. അങ്ങനെ നമുക്ക് ബിസിനസ് ഇൻഫർമേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഉള്ളത് കേസ് സ്റ്റഡിയാണ്. കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് അനലൈസിങ് ദ ലൈഫ് ഓഫ് എ സോഷ്യൽ യൂണിറ്റ് ഇൻ വിച്ച് ദ യൂണിറ്റ് മേ ബി പേഴ്സൺ ഓർ എ ഫാമിലി ഓർ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ആൻ ഓർഗനൈസേഷൻ ഓർ ഈവൻ എ കമ്മ്യൂണിറ്റി. കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വ്യക്തിയെ പറ്റി പഠിക്കാം, അതല്ലെങ്കിൽ ഒരു ഫാമിലിയെ പറ്റി, അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ എടുത്തിട്ട് നമുക്ക് അവരുടെ കാര്യങ്ങൾ പഠിക്കാം. അത് വെച്ചിട്ട് നമുക്ക് എന്താണ് ബിസിനസ് ഇൻഫർമേഷൻ എന്ന് മനസ്സിലാക്കാൻ പറ്റും. In case study method, the investigator tried to find out how experience at a different stages of life having influenced the individual's life. ഇപ്പോൾ നമ്മളൊരു ബിസിനസ്സിൽ ഏതെങ്കിലും ഒരു നല്ലൊരു ബിസിനസ് മാഗ്നറ്റിന് ഏതെങ്കിലും ഒരാളെയാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നതെങ്കിൽ അവരുടെ ലൈഫിൽ എങ്ങനെയാണ് ബിസിനസ്സിലൂടെ കടന്നു വന്നത്, അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് ബിസിനസ് ഇൻഫർമേഷൻ എന്ന് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷൻ്റെ തുടക്കം മുതൽ അതിൻ്റെ വളർച്ച എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ബിസിനസ് ഇൻഫർമേഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നു. അതാണ് കേസ് സ്റ്റഡി മെത്തേഡ്. ദെൻ അടുത്ത ഉള്ളത് പ്രോജക്റ്റ് റിപ്പോർട്ടാണ്. പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടാണ് വിച്ച് കണ്ടെയ്ൻസ് റിലയബിൾ ഡേറ്റ റിഗാർഡിംഗ് എ പ്രോജക്റ്റ് വിച്ച് മേ ഇൻവോൾവ് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ ന്യൂ പ്ലാൻ ഫോർ എ മാനുഫാക്ചർ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്, ഡെവലപ്മെൻറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്, പ്രൊവിഷണൽ ഓഫ് അഡീഷണൽ ഇൻഫ്രാസ്ട്രക്ചർ എക്സെട്ര. അതായത് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയ പ്ലാൻ വല്ലതും എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ റിസർച്ച് നടത്തുന്നു. പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു റിസർച്ച് നടത്തണം, ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്. നമ്മൾ അതിൻ്റെ ഒരു പർട്ടിക്കുലർ വിഷയത്തെ പറ്റി നമ്മൾ റിസർച്ച് നടത്തിയിട്ട് നമ്മൾ അതെന്താണെന്ന് പഠിച്ചിട്ട് നമ്മളത് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു. അപ്പം നമ്മൾ ആ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ തന്നെ കൂടുതലായിട്ട് ആ കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഇത്രയുമാണ് ബിസിനസ് ഇൻഫർമേഷൻ ലേൺ ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ഓരോ മെത്തേഡും എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു 5ാമത്തെ മൊഡ്യൂളിൽ പറയാനുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറയാം ഓരോന്ന് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ്, ഫീച്ചർ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം 5ാമത്തെ മൊഡ്യൂൾ വിശദമായിട്ട് നമ്മൾ അപ്പോൾ പഠിക്കുമ്പോൾ പറയുന്നതായിരിക്കും. അപ്പം ഇത്രയുമാണ് നമ്മുടെ ബിസിനസ് ഇൻഫർമേഷൻ ലേൺ ചെയ്യാനുള്ള മെത്തേഡ്.
ഇനി നമുക്ക് ഇനി എക്കണോമിക് സിസ്റ്റവും ബിസിനസ് ഇൻഫർമേഷനും തമ്മിലുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.